ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുന്നതിനെ കുറിച്ചാണ്. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായതാണ്, എന്നാൽ ഏറ്റവും എളുപ്പമല്ലാത്തതുമാണ്. കാരണം നമ്മളിങ്ങനെ പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഇങ്ങനെ പെട്ടുപോയിക്കൊണ്ടേയിരിക്കും. പാസ്റ്റിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും ഇടയിലുള്ള എന്തോ ഒന്നാണ് ഈ പ്രസൻറ്റ്, വർത്തമാനകാലം എന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. വർത്തമാനകാലത്തെ മാത്രമായിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ, പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇതാണ് പ്രസൻറ്റ് എന്ന് പറയുമ്പോഴേക്കും പ്രസൻറ്റ് കഴിഞ്ഞു പോയി, അങ്ങനെയല്ലേ? അപ്പോൾ ഈ ഒരു പ്രത്യേക നിമിഷത്തിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ, നമ്മുടെ ശരീരത്തെ, മനസ്സിനെ എല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമല്ല. പക്ഷേ അങ്ങനെയൊന്ന് സാധിക്കുകയാണെങ്കിൽ, എളുപ്പമല്ല, അങ്ങനെയൊന്ന് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമാണ്. ഇപ്പം നമ്മളൊരു ആഹാരം കഴിക്കുമ്പോൾ, ഒരാഹാരം കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു മുൻപിൽ. അപ്പോൾ ആ ആഹാരത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ആഹാരത്തിലാണ്. ആഹാരത്തിൻ്റെ സ്മെല്ല്, കാണാനായിട്ടുള്ള ഭംഗി, അതിൻ്റെ ചൂട്, അല്ലെങ്കിൽ ചൂടാണോ തണുപ്പാണോ അത്, പിന്നെ അത് നാക്കിൽ വെക്കുമ്പോൾ അതിൻ്റെ രുചി ഉള്ളിൽ, നാക്കിൽ മാത്രമല്ലല്ലോ രുചി വരുന്നത്, നമ്മുടെ ഉള്ളിൽ മുഴുവൻ ആ ഒരു രുചി നിറയുന്നതായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിരിക്കുക. ഇങ്ങനെ നമ്മുടെ കണ്ണും മൂക്കും നാക്കും എല്ലാം ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് ഈ ഒരു ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞാൽ ആ ആഹാരത്തിന് എന്തൊരു രുചിയായിരിക്കും അല്ലേ? അതിൻ്റെ മുഴുവൻ ഒരു അവസാനത്തെ തുള്ളിയും നമ്മൾ ആസ്വദിക്കുകയാണ്. ഈ ഒരു രീതിയിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനൊരു ഇടപെടലിന് വേണ്ടി നമ്മൾ ശ്രമിച്ചാലും മുഴുവൻ ശ്രദ്ധയും ഒന്നിലേക്ക്, വളരെ ശ്രമകരമാണ്, വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് എല്ലായ്പ്പോഴും ഇങ്ങനെ ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. പക്ഷേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണ്ടേ? മിനിമം നമ്മളൊരു ആഹാരം കഴിക്കുമ്പോഴെങ്കിലും ഇപ്പം ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കാമല്ലോ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, ഇന്നത്തെ ഒരു ദിവസം ഇത് ഇടയ്ക്കിടയ്ക്ക് സ്വയം ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ശ്രമം, ആ ഒരു നിമിഷത്തെ മാക്സിമം അളവിൽ ആസ്വദിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതൊരു ട്രെയിനിങ് ആയിട്ട് എടുത്ത് നമ്മളിതിൽ ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ ലൈഫ് ഹാപ്പി. ഓക്കെ, ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും എല്ലായ്പ്പോഴും ഉണ്ട്, സമാധാനവും. അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ വഴികളാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്യൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, വളരെ ആരോഗ്യത്തോടെ ഇരിക്കും. ഓക്കെ.